ആശികൾക്കാകത്തൊഴിക്കുമാവൻ ആഴിയിൽ പാതയൊരുക്കുമാവൻ ആശികൾക്കാകത്തൊഴിക്കുമാവൻ ആ ദിവ്യപാദത്തിൽ ആശ്രയിച്ചോരാടും ആലംബഹീനരായിത്തീരുന്നതില്ല ആ ദിവ്യപാദത്തിൽ ആശ്രയിച്ചോരാടും ആലംബഹീനരായിത്തീരുന്നതില്ല. യെശയ്യാവിന്റെ പുസ്തകം 53:6 വാക്യം. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. വലിയ കാര്യങ്ങളൊന്നുമല്ല ഞാനിന്ന് പറയാൻ പോകുന്നത്. നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും നമുക്ക് വലിയ അങ്ങോട്ട് ഞാനിവിടെ പറയാൻ പോണത് ഇപ്പോൾ നേരത്തെ മീനു പറഞ്ഞ ആ ഭാഗത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ നടത്തുന്നു എന്നതിന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നമ്മളെല്ലാവരും തെറ്റിപ്പോയിരുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് അല്ലേ? ജാതികളായിരുന്നു നമ്മൾ അല്ലേ? തെറ്റിപ്പോയി. നമ്മൾ എവിടെയാണ് തെറ്റിയത്? ഏതൻ തോട്ടത്തിലാണ് നമ്മൾ തെറ്റില്ലേ? നമ്മളെ തുടക്കം അവിടെ വെച്ചായിരുന്നു. അതിനുശേഷം ഉള്ള ആദാമ്യ ആ തെറ്റ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്ന് ഇന്ന് ഈ യുഗത്തിൽ ജീവിക്കുന്ന നമ്മളും തെറ്റിപ്പോയ ഒരു കൂട്ടം ആടുകളെ പോലെ ആയവരാണ്. അടുത്ത വാക്യം പറയുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. നമ്മൾ ഓരോരുത്തരും എന്താ ചെയ്യുന്നത്? നമ്മുടെ ഇഷ്ടം, നമ്മുടെ കണ്ണിന് കാണുന്ന ഇഷ്ടം, നമ്മുടെ ചെവിക്ക് എന്ത് കേൾക്കണമെന്നുള്ള ഇഷ്ടം, നമ്മുടെ കൈകൾ കൊണ്ട് എന്ത് ചെയ്യണം അല്ലേ, നമ്മുടെ കാല് കൊണ്ട് നമ്മൾ എവിടെ പോകണം, ഈ തരത്തില് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഓടിയ ഒരു കൂട്ടം ജനങ്ങളായിരുന്നു, ജാതികളായിരുന്നു അല്ലേ? അപ്പൊ ഇന്നും അങ്ങനെയാണോ നമ്മുടെ നടപ്പ്? ഇന്ന് നമ്മുടെ നടപ്പ് അങ്ങനെയാണോ? അല്ല. ഇന്ന് നമ്മൾ അതിൽ നിന്നൊക്കെ ദൈവം നമ്മെ അടുത്ത വാക്യം പറയും, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം, നമ്മുടെ എല്ലാവരുടെയും പാപം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേൽ ചുമത്തി. നമ്മുടെ കർത്താവ് കാൽവറി ക്രൂശിൽ 3 ആണിമേൽ തൂങ്ങി കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ അവൻ ചുമന്നു കഴിഞ്ഞു അല്ലേ? അവൻ ചുമന്ന് നമ്മുടെ പാപങ്ങൾ അവൻ ചുമന്നത് കാരണം ഇന്ന് നമ്മൾ ആരായി? ദൈവമക്കളായി തീർന്നു അല്ലേ? ആ പാപത്തിൽ നിന്നും ദൈവം നമ്മെ വിടുവിച്ചു. ഇവിടെ റോമർക്കെഴുതിയ ലേഖനം 10:9 പറയുന്നു, യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു എന്ന് നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ രക്ഷിക്കപ്പെടും. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങള് നമ്മൾ ആരാണ്? നമ്മളെല്ലാവരും യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറഞ്ഞവരല്ലേ? എല്ലാവരും ഏറ്റുപറഞ്ഞവരാണ്. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നു നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവരാണ് അല്ലേ? ആരെങ്കിലും അങ്ങനെ വിശ്വസിക്കാത്തവർ ഇവിടെ ഇരിപ്പുണ്ടോ? മരിച്ചവരുടെ ഇടയിൽ നിന്നും കർത്താവിനെ ഉയർത്തെഴുന്നേറ്റു നമ്മൾ ഇന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവരുമാണ്. അങ്ങനെയാണെങ്കിൽ യോഹന്നാൻ 1:12 പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ആരാണെന്നും നമ്മൾ ദൈവമക്കളാണല്ലേ? ഇന്നിവിടെ ഇരിക്കുന്ന നമ്മൾ എല്ലാവരും ദൈവമക്കളാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കാനാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. ഒരു 3-4 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ പാസ്റ്റർ നമ്മളടുത്ത് എല്ലായിടത്തും ചോദിച്ചു, നിങ്ങളെ ദൈവം ആരാണ്? നിങ്ങൾക്ക് ആരാണ് അല്ലേ? ചോദിച്ച ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളെ ദൈവം നിങ്ങൾക്ക് ആരാണ്? അപ്പൊ ഓരോരുത്തരും നമ്മൾ ഓരോ കാരണങ്ങൾ പറഞ്ഞു. ചിലർ പറഞ്ഞു അവൻ എനിക്ക് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞു അല്ലേ? ചിലർ പറഞ്ഞു അവൻ സമാധാനത്തിന്റെ ദൈവം, ആശ്വാസത്തിന്റെ ദൈവം. ചിലർ പറഞ്ഞു അവൻ രോഗസൗഖ്യം തരുന്ന ദൈവമാണെന്ന് പറഞ്ഞില്ലേ? ചിലർ പറഞ്ഞു വിളിച്ചാൽ വിളിയേക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ പാസ്റ്റർ എന്ത് പറഞ്ഞു? നിങ്ങൾ പറഞ്ഞ എല്ലാവരും പറഞ്ഞ ശരി തന്നെയാണ്. ഞാനും പറയുന്നു നിങ്ങൾ എല്ലാവരും പറഞ്ഞ ശരി തന്നെയാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അവൻ ആശ്വാസം തരുന്ന ദൈവമാണ് എന്ന് ഒരാൾ പറയുമ്പോൾ ആശ്വാസം മാത്രം മതിയോ? കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടല്ലേ, യാക്കോബ് ഭയത്തോടെ ഇരുന്നപ്പോൾ, യാക്കോബ് ഭയത്തോടെ ഏശാവിനെ ഭയപ്പെട്ട് യാക്കോബ് തനിയെ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ ദൂതൻ വന്നു
മല്ല് പിടിച്ചു അല്ലേ? അപ്പോൾ എന്താണ് യാക്കോബ് ചോദിച്ചത്? നിങ്ങൾ കേട്ടില്ലേ വചനം? എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. യാക്കോബ് ഭയത്തോടെയല്ലേ ഇരുന്നത്? യാക്കോബിന് അങ്ങനെ പ്രാർത്ഥിച്ചാൽ പോരാ, കർത്താവേ എന്റെ ഭയം മാറ്റി തരണമെന്ന് പ്രാർത്ഥിച്ചാൽ പോരായിരുന്നു? അതുപോലെ നമ്മളെ ഓരോരുത്തർക്കും ഒരാൾ പറയുന്നു സമാധാനത്തിന്റെ ദൈവം, ആശ്വാസത്തിന്റെ ദൈവം ആണ് അല്ലെ? വേറൊരാൾ പറയുന്നു അവൻ രോഗസൗഖ്യം തരുന്ന ദൈവമാണ്. ഒരാൾ പറയുന്നു വിളിച്ചാൽ വിളിയേക്കുന്ന ദൈവമാണ്. ഈ ഒറ്റ അനുഭവത്തിൽ മാത്രം നമുക്ക് ഇരുന്നാൽ മതിയോ? യാക്കോബിന് വേണമെങ്കിൽ പറയാമായിരുന്നു ദൈവമേ എന്റെ ഭയം മാറ്റി തന്നെ. അപ്പോൾ ദൈവം ഭയം മാത്രം മാറ്റി കൊടുക്കും അല്ലേ? ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് യാക്കോബ് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളും യാക്കോബിന് കിട്ടി. അതിനകത്ത് എല്ലാം ഇല്ലേ? അതിനകത്ത് ഭയം മാറൂലേ? എല്ലാം ഉണ്ട്, അതിനകത്ത് എല്ലാം ഉണ്ട്. അതുപോലെ നമ്മളൊരു രോഗസൗഖ്യം തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ് എന്ന് നമ്മൾ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ രോഗസൗഖ്യം തരുന്ന മെഡിക്കൽ കോളേജിൽ പോയാൽ പോരെ? ഒരു ഡോക്ടറും തരുമല്ലോ രോഗസൗഖ്യം അല്ലേ? മെഡിക്കൽ കോളേജിൽ പോയാൽ മതി, ഒരുപാട് ഡോക്ടർമാർ രോഗസൗഖ്യം തരും. അതുപോലെ മറ്റുള്ള എത്രയോ പേര് വേറെ സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കും, അവർക്കും രോഗസൗഖ്യമൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ? എന്നാൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി അല്ലേ? നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് ഇവരാരും പോയിട്ടില്ല, അവരാരും തീർന്നിട്ടില്ല. നമ്മുടെ പാപത്തിന് പരിഹാരമായി തീർന്നത് ആരാണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് അല്ലേ? ഒരു ഡോക്ടർമാരോ ഒരു മരുന്നോ മറ്റൊന്നും നമുക്ക് തന്നിട്ടില്ല. ആ പാപത്തിന് പരിഹാരം ഈ ദൈവം മാത്രമാണ്. വിളിച്ചാൽ വിളിയേക്കുന്ന ദൈവമാണ്. മറ്റുള്ള സ്ഥലങ്ങളിലും പോയി വിളിച്ചാൽ ദൈവം വിളിയേക്കും അല്ലേ? അവരും ചിലപ്പോൾ ഉത്തരം കൊടുത്തെന്ന് വരും. പക്ഷെ അവരാരും നമ്മുടെ പാപത്തിന് പരിഹാരമായി യാഗമായി തീർന്നില്ല. അവർ ഒരുവൻ മാത്രമേ ഉള്ളൂ. കാൽവറി നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ഒരു ദൈവം മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവം നമുക്ക് ആരാണ്? ഇനി പറയാം, രോഗസൗഖ്യം മാത്രം തരുന്ന ഒരു ദൈവമാണോ? ചിലർ പറഞ്ഞു അവൻ നമ്മുടെ അപ്പനാണ്, അവൻ നമ്മുടെ രക്ഷകനാണ് എന്ന് പറഞ്ഞതിൽ ഏതാണ് ശരി? ഇനി പറയാം, ഇനി അവൻ ആരാണ്? നമ്മുടെ രോഗസൗഖ്യം മാത്രം തരുന്ന ദൈവമാണെങ്കിൽ നിങ്ങൾക്ക് രോഗസൗഖ്യം മാത്രം മതിയോ? ആശ്വാസം തരുന്ന ദൈവമാണെങ്കിൽ നിങ്ങൾക്ക് ആശ്വാസം മാത്രം മതിയോ? ഇല്ല, നമ്മുടെ അപ്പനാണ് അവൻ. ആരാണ് അവൻ? നമ്മുടെ അപ്പനാണ്. അവൻ നമ്മുടെ രക്ഷകനാണ്. അവൻ നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിച്ച ഒരേ ഒരു ദൈവം. ഈ പ്രപഞ്ചത്തിലെ സകല മാനവരാശിക്കും വേണ്ടി പാപത്തിന് പരിഹാരമായി തീർന്ന ഒരേ ഒരു ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് അല്ലെ? എന്നാൽ അവൻ നമ്മുടെ പാപത്തിന് പരിഹാരമായി തീർന്നു എന്ന് വിചാരിച്ച് സകല മനുഷ്യരുടെയും സകല മാനവരാശിയുടെയും പാപത്തിന് അവൻ പരിഹാരമായി തീർന്നു. എന്നാൽ സകല മനുഷ്യരും ഇവിടെ ഉണ്ടോ എന്ന് വിചാരിച്ച് മറ്റുള്ളവരെല്ലാവരും രക്ഷ പ്രാപിച്ചിട്ടുണ്ടോ? സകല മാനവരാശിയുടെയും പാപത്തിന് പരിഹാരമായോ യാഗമായി തീർന്നു എങ്കിൽ ദൈവവചനം പറയുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം തന്നു. അപ്പൊ ആർക്കാണ് ദൈവമക്കളാകുവാനുള്ള അധികാരം ദൈവം തന്നത്? ഇവിടെ ഇരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർക്കാണ് അല്ലേ? അവനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയും, ഹൃദയത്തിൽ അവനെ ഏറ്റെടുക്കുകയും ദൈവമായി ഏറ്റെടുക്കുകയും ചെയ്തവർക്ക് മാത്രമേ ഈ ഒരു പദവിയിലേക്ക് വരാൻ പറ്റുന്നുള്ളൂ അല്ലെ? അവൻ നമ്മുടെ അപ്പനാണ് അല്ലെ? ആ ദൈവവചനം അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ ആര് ചോദിച്ചിരുന്നാലും നമ്മൾ പറയാം അവൻ നമ്മുടെ അപ്പനാണ്, അവൻ നമ്മുടെ രക്ഷിതാവാണ്. അവൻ നമ്മുടെ ഈ അപ്പനായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ പറഞ്ഞതെല്ലാം രോഗസൗഖ്യം, സമാധാനം, ആശ്വാസം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം, ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത് ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഈ അനുഗ്രഹത്തിൽ എല്ലാം അതിനകത്തുണ്ട്, ഒന്നും അതിൽ നിന്നും. അല്ലെങ്കിൽ യാക്കോബിന് പറഞ്ഞുകൂടായിരുന്നു എനിക്ക് ഭയമുണ്ട് കർത്താവേ അത് മാറ്റിത്തരണമെന്ന്. അപ്പൊ നമ്മുടെ അപ്പനാണ് അവൻ, നമ്മളെ വീണ്ടെടുപ്പുകാരനാണ് അവൻ. അതാണ് പറഞ്ഞത്. അപ്പൊ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മക്കളാണെങ്കിൽ നമ്മുടെ അപ്പനാണ് ദൈവം അല്ലെ? അടുത്ത റോമർക്ക് എഴുതിയ ലേഖനം 8:17 പറയുന്നു, കർത്താവിന്റെ വചനം പറയുന്നു നാം മക്കളെങ്കിലോ അവകാശികളുമാണ് അല്ലെ? മക്കളെങ്കിൽ അവകാശികളും എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ സകല നന്മകൾക്കും നമ്മൾ അവകാശികളാണ് അല്ലെ? എല്ലാ നന്മകൾക്കും നമ്മൾ അവകാശികളാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എന്തുകൊണ്ട് നമ്മൾക്ക് ഇന്നും ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയുന്നില്ല? പലപ്പോഴും നമ്മൾ മക്കളാണ് അല്ലെ, ദൈവം നമ്മുടെ അപ്പനാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇന്നും നമ്മൾ പലരും നമുക്ക് മിക്കവാറും ഈ ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ നമുക്ക് കഴിയുന്നില്ല.
എന്തുകൊണ്ട് അത് കഴിയുന്നത്? നമ്മൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മള് ഒരു കാലത്ത് നമ്മൾ ജാതികളായിരുന്നു, ഇല്ലേ? ജാതികളായിരുന്ന നമ്മെ ദൈവം തന്റെ സ്വന്തം രക്തം കൊടുത്ത് വീണ്ടെടുത്ത് ഇന്ന് അവന്റെ മക്കളും പ്രിയമക്കളുമാക്കി അവന്റെ സന്നിധിയിൽ നമ്മളെ ഇരുത്തിയെങ്കിൽ ജാതികൾ നമ്മളെ നോക്കുമ്പോൾ ഈ ദൈവത്തിന്റെ പുറകെ പോയിട്ട് എന്തായി, അല്ലെ? പറയില്ലേ അങ്ങനെ? ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ നന്മ അനുഭവിക്കണം. നമ്മൾ ആത്മീയമായും ഭൗതികമായുള്ള സകലവിധ നന്മകളാലും നമ്മൾ നിറയപ്പെടണം. ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം, അല്ലേ? അങ്ങനെയാണെങ്കിൽ പലപ്പോഴും പലരും നമുക്കിത് അനുഭവിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് നമുക്ക് ഈ നന്മകളൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല? നമുക്ക് അടുത്ത ഒരു വാക്യത്തിലേക്ക് വരാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:17 മുതൽ 23 വരെയുള്ള വാക്യം വായിക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. പൗലോസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മളിവിടെ വായിച്ചത്. ആദ്യം എന്താണ് നമ്മൾ വായിച്ചത്? ഒന്നാമത്തെ പ്രാർത്ഥന എന്താണ്? നിങ്ങൾ തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ പ്രാപിക്കണം. എന്ത് പ്രാപിക്കണം? ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ നമ്മൾ പ്രാപിക്കണം. നമ്മൾ എന്നും വന്നിട്ട് വചനം പറയുന്ന പോലെ പാല് കുടിച്ചിരിക്കുന്നവരായിട്ട് നമ്മൾ ഇരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം ഇവിടെ നിങ്ങൾ തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് എന്ന് പറയുമ്പോൾ ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അല്ല, പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർക്കുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണെങ്കിൽ ഇതിന്റെ 14-ാമത്തെ വാക്യം അവസാനം പറയുന്നു, നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പൊ ആ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുകയാണ്. ആര്? നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുകയാണ്. അപ്പൊ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന കാര്യമല്ല പറയുന്നത്, വീണ്ടും കുറച്ചുകൂടെ ആഴത്തിലേക്ക് നമ്മൾ പോകണം. എന്താണ്? നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന്. ഒന്നാമത് പൗലോസ് പ്രാർത്ഥിക്കുന്നത് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരണം. എന്നിട്ട് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്, അതെ, നമ്മുടെ ജ്ഞാനത്തിന്റെയും ആത്മാവിനെ തരണം. എന്നിട്ടാണ് ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അപ്പോൾ ഹൃദയത്തിലൊരു ദൃഷ്ടി ഉണ്ടല്ലേ? നമ്മളെ ഈ കാണുന്ന ഒരു കണ്ണ് നമുക്കുണ്ട്, അല്ലെ? ഈ കാണുന്ന ഈ കണ്ണുകൊണ്ട് ഈ ദൃശ്യമായിരിക്കുന്ന ഇവിടെ കാണുന്ന എല്ലാം നമുക്ക് കാണാം, അല്ലെ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും നമുക്ക് കാണാം, അല്ലെ? നമുക്ക് പേരുകൾ പറയാം, എത്ര പേരുണ്ടെന്ന് നമുക്ക് എണ്ണാം. നമ്മുടെ ഈ ദൃഷ്ടി കൊണ്ട് ഈ ദൃശ്യമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും, അല്ലെ? ഇവിടെ ഇരിക്കുന്ന ദൃശ്യമായിരിക്കുന്ന ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാം. എന്നാൽ അദൃശ്യമായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് കാണണമെങ്കിൽ എന്ത് വേണമെന്ന് അറിയാമോ? നമ്മുടെ ആത്മീയ കണ്ണുകളെ തുറക്കണം. നമുക്ക് അകത്തൊരു കണ്ണുണ്ട്, പുറമേയുള്ള കണ്ണ് വെച്ച് നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും. പക്ഷെ അകമേ ഒരു കണ്ണുണ്ട്, ഒരു ആത്മീയ കണ്ണ്. ഈ ആത്മീയ കണ്ണാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? എല്ലാ വെളിപ്പാടിന്റെയും, അല്ലെ, അദൃശ്യമായിരിക്കുന്ന സകല ആത്മീയ നന്മകളും വെളിപ്പാടുകളും നമുക്ക് ദർശിക്കണമെങ്കിൽ നമ്മുടെ അകമേയുള്ള കണ്ണ് തുറക്കണം. ഈ പുറമേ ഉള്ള കണ്ണുകൊണ്ട് നമുക്ക് സകലതും കാണാം. പക്ഷേ നമ്മുടെ ആത്മീയ കണ്ണുകളെ തുറന്നെങ്കിൽ മാത്രമേ ആത്മീയമായുള്ള കാര്യങ്ങള്, ആത്മീയമായുള്ള നന്മകള്, മറ്റുള്ള സകല കാര്യങ്ങളും നമുക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം? ആത്മീയ കണ്ണുകളെ കാണാം. ആത്മീയ കണ്ണുകളെ നമ്മൾ തുറക്കണം. അത് തുറന്നെങ്കിൽ മാത്രമേ നമുക്ക് അദൃശ്യമായിരിക്കും ചില കാര്യങ്ങളുണ്ട്, അല്ലെ? ദൃശ്യമായതോ താൽക്കാലികം, അദൃശ്യമായത് ഇനി വരാനുള്ളതാ. ഈ അദൃശ്യമായ കാര്യങ്ങൾ നമുക്ക് കാണണമെങ്കിൽ ആത്മീയ കണ്ണുകളെ നമുക്ക് തുറന്നു കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എല്ലാവരും ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ, എനിക്ക് കൂടുതലായി ആഴത്തിൽ നിന്നെ അറിയേണ്ടതിന്, ആഴത്തിൽ ദൈവവചനം മനസ്സിലാകേണ്ടതിന് എന്റെ ആത്മീയ കണ്ണുകളെ. നമ്മളെല്ലാ ആഴ്ചയും
ഈ ബൈബിളും എടുത്തുകൊണ്ട് നമ്മൾ ഇവിടെ വന്നിരുന്ന് ഇവിടെ കുറച്ച് പേര് വന്നിരുന്ന് ദൈവവചനം പറയുന്നത് കേട്ടിട്ടങ്ങ് പോകുക എന്നുള്ളതല്ല ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം നമ്മൾ ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കപ്പെടണം. ഭൗതികമായും അനുഗ്രഹിക്കപ്പെടണം. അത് തന്നെയാണ് ദൈവത്തിന്റെ ഇഷ്ടം. എന്നാൽ ദൈവവചനം പറയുന്ന ഭൂമിയിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ആ കഷ്ടം വേറെ. ആ കഷ്ടമല്ല, നമ്മൾ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും സകലവിധ നന്മകളാലും നിറയപ്പെടണം എന്ന് നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. നമുക്ക് ഈ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരണമെങ്കിൽ, കർത്താവ് തരണമെങ്കിൽ, ആഴ്ചയോറും ബൈബിൾ കൊടുത്തോണ്ട് ഇവിടെ വന്നിരുന്നിട്ട് തിരിച്ചു ചെന്ന് ബൈബിൾ കൊണ്ട് എവിടെയെങ്കിലും വെച്ചിട്ട് അടുത്ത ആഴ്ച അത് കൊടുത്തോണ്ട് വരുന്നവർക്ക് അത് കിട്ടില്ല. വീണ് പറഞ്ഞതുപോലെ ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധം ഉണ്ടാകണം. നമ്മൾ ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ ഇനിയുള്ള നാളുകളിൽ വരണം. ദൈവവുമായി വ്യക്തിപരമായി ദൈവം നമ്മോട് സംസാരിക്കണം. ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കണം. നമ്മൾ പറയുന്ന ദൈവം കേട്ട് നമുക്ക് ഉറപ്പ് വരണം, അല്ലേ? നമുക്ക് അങ്ങനെ വ്യക്തിപരമായി അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ളതിന്റെ ദൈവത്തോട് നീ പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിച്ചെങ്കിൽ, ആത്മാർത്ഥമായിട്ടും നമ്മൾ ദൈവത്തോട് ചോദിക്കുകയാണെങ്കിൽ, ജ്ഞാനത്തിന്റെയും നമുക്ക് ഈ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവീയ കാര്യങ്ങളായിരുന്നാലും നമ്മുടെ കുടുംബകാര്യങ്ങളായിരുന്നാലും മറ്റുള്ള കാര്യങ്ങളായാലും, എന്തുകൊണ്ടും എന്നും എല്ലാ ദിവസവും നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്, അല്ലേ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ജോലി ചെയ്യുന്നതിനൊന്നും ഒരു കുറവുമില്ല. നമ്മളെ കടം മാറുന്നില്ല, ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല, അല്ലേ? നമുക്ക് ഇന്നും കഷ്ടത തന്നെയാണ്. നമ്മൾ പലരും ചോദിച്ചാൽ പറയും, എന്റെ കഷ്ടത ഒരു കാലത്തും മാറില്ല, ഇന്നും ഞാൻ കഷ്ടത. എന്തുകൊണ്ട് അങ്ങനെ ഇരിക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? അല്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഓടി നടന്ന് ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും നടക്കുന്നില്ല. എന്താണ്? അല്പസമയം നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരിക്കാൻ നോക്കണം. ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അറയിൽ കടന്ന് വാതിലടച്ച് നിന്റെ ദൈവവുമായുള്ള ആ ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ. ഇത് നമ്മൾ നമുക്ക് ഓരോ ദിവസവും ഓടി 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 നമ്മൾ എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. അപ്പൊ ഓടി തീർന്ന് തളർന്നരച്ച് നമ്മൾ വരുമ്പോൾ വീട്ടിൽ പറയുമ്പോൾ നമുക്ക് ഉറക്കം വരും, അല്ലേ? ഉറക്കം വരുമ്പോൾ നമ്മൾ പോയി കിടക്കും. ദൈവസന്നിധി നമുക്ക് ഇരിക്കാൻ സമയമില്ലാതെ ആദ്യം അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി നിങ്ങൾക്ക് സകലതും കിട്ടും. അപ്പൊ അവന്റെ രാജ്യം മറ്റുള്ളത് കിട്ടണമെങ്കിൽ, നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ ആദ്യം ദൈവസന്നിധിയിലോട്ട് ചെല്ലണം. ദൈവസന്നിധിയിലോട്ട് ചെന്നിട്ട് കർത്താവിൻ്റെ അടുത്ത് പറയണം, ദൈവമേ നീ എന്നോട് സംസാരിക്കണം, നിന്റെ ശബ്ദം നമ്മൾ അപ്പനല്ലേ, ദൈവമേ നിന്റെ ശബ്ദം എനിക്കൊന്ന് കേൾക്കണം കർത്താവേ എന്ന് പറഞ്ഞ് ദൈവ ശബ്ദം കേൾക്കുന്നതിന് വേണ്ടി, ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിന് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി ആഴമാറിയ ഒരു ദാഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. നമുക്ക് എല്ലാവർക്കും ചിലപ്പോഴൊക്കെ നമുക്ക് ഇതിനൊന്നും ഒരു ആഗ്രഹം കണ്ടെന്ന് വരില്ല. എന്നെയും നിങ്ങളെയും കൂടി ചേർത്ത് ഞാൻ പറയാണ്, എനിക്ക് ഈ ഇടയ്ക്ക് കുറച്ച് ദിവസം ദൈവവചനം വായിക്കണമെന്ന് ആഗ്രഹമില്ല, പ്രസംഗങ്ങളൊന്നും കേൾക്കണമെന്ന് ആഗ്രഹമില്ല, പാട്ട് പോലും കേൾക്കണമെന്ന് ആഗ്രഹമില്ല, പാടണമെന്ന് ആഗ്രഹമില്ല. ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവേ എനിക്ക് ഈ അവസ്ഥ വേണ്ടപ്പാ, എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല. കർത്താവിൻ്റെ അടുത്ത് നമ്മൾ പറയണം, എനിക്ക് പറ്റില്ലപ്പാ, നീ ഇല്ലാത്ത ഒരു ജീവിതം ഞങ്ങൾക്ക് പറ്റില്ല. നമ്മൾ കർത്താവിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ അവൻ അവന്റെ ആത്മാവിനാൽ നമ്മെ ഒന്നും കൂടി പുതുക്കും. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ഇപ്പൊ ഈ ഇടയ്ക്ക്. അപ്പൊ ഞാൻ കർത്താവ് എനിക്ക് ഇപ്പം ഉള്ള കാര്യം നമ്മൾ അതുപോലെ തുറന്നു പറയണം. നമ്മുടെ അവസ്ഥ ഞാൻ പറഞ്ഞ കർത്താവ് എനിക്ക് പാട്ട് പാടണമെന്ന് തോന്നുന്നില്ല, പാട്ട് കേൾക്കണമെന്ന് തോന്നുന്നില്ല, ദൈവവചനം വായിക്കാൻ തോന്നുന്നില്ല, പ്രസംഗങ്ങൾ ഞാൻ എപ്പോഴും അടുക്കളയിൽ നിൽക്കുമ്പോൾ ഞാൻ പാടും, വചനങ്ങൾ ദേവദാസന്മാരുടെ വചനങ്ങളിട്ട് കേൾക്കും, ഇതൊക്കെ ആയിരുന്നു എൻ്റെ ജോലി. പക്ഷേ ഈ ഇടയ്ക്ക് എനിക്കതിന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല, നമ്മൾ കൂടുതലായിട്ട് ദൈവത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു കർത്താവേ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഈ ദൈവത്തിന് വേണ്ടിയുള്ള ഈ വചനത്തിന് വേണ്ടിയുള്ള വലിയൊരു ദാഹം എനിക്ക് നീ തരണമേ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പോഴും അങ്ങ് ഷോക്കെ ആയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ദൈവം കുറേയൊക്കെ മാറ്റം എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ അടുത്ത് പറയണം, നമ്മുടെ ഉള്ള അവസ്ഥ അത് കേൾക്കാൻ ദൈവം കാതോർത്തിരിക്കും. നമ്മൾ കള്ളം പറയരുത്. നമ്മുടെ ഉള്ള അവസ്ഥ ഒരുപക്ഷെ മോശമായിരിക്കും, പക്ഷെ കർത്താവിനോട് നമ്മൾ പറയും, ദൈവമേ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് കർത്താവേ, ദൈവമേ ഇതിനൊരു മാറ്റം എനിക്ക് ആഗ്രഹമുണ്ട്. നീയുമായുള്ള ഒരു ബന്ധം, ഒരു അഭേദ്യ ബന്ധം, അപ്പനും മകളും എന്നുള്ള ആ ഒരു ബന്ധത്തിലേക്ക് വരാൻ കർത്താവെ ഞാൻ ആഗ്രഹിക്കുന്നു. ജ്ഞാനമില്ല, പരിജ്ഞാനം
പരിജ്ഞാനമില്ല, വെളിപ്പാടില്ലാത്തത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇന്നും ഒരു കാര്യവും നടക്കാത്തത്. ജ്ഞാനമുണ്ടായിരുന്നെങ്കിൽ, പരിജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ അല്പം കൊണ്ടുവന്നാൽ ഇതിനെ ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ കയ്യിൽ തരുമ്പോൾ ഇത് എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ള ആ ഒരു ജ്ഞാനം കൂടെ ദൈവം നമുക്ക് തരും. ആ ജ്ഞാനം കൂടെ ദൈവം നമുക്ക് തരുമ്പോഴാണ് അത് എങ്ങനെ കൈകാര്യം ചെയ്യണം. അങ്ങനെ ദൈവം തരുന്ന ജ്ഞാനത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ അവസ്ഥകളെല്ലാം മാറും. എന്നും കഷ്ടത. പലരും ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു കേട്ട് എൻ്റെ ഹൃദയത്തിൽ ആ ഒരു ഭാരം. ആഹാരമില്ല, ഞാൻ പറഞ്ഞു ഞാൻ കേട്ടതാ. ആഹാരമില്ല. ദൈവമക്കൾ ആഹാരമില്ല എന്ന് പറയുന്ന ദൈവത്തിന് ഇഷ്ടമാണോ? പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം ഒരുക്കും, മറ്റൊരാളുടെ അടുത്ത് പറയേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പൊ അങ്ങനെ ഒരവസ്ഥയാണോ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? മറ്റുള്ളവർ പറയും, യേശുവിന്റെ പുറകെ പോയിട്ട് എന്തായി, നീ ഓടിയല്ലേ? യേശുവിന്റെ പുറകെ പോയിട്ട് നമ്മളിതാ ഇതുപോലെ ഒന്നിനും ഒരു കുറവില്ല, നിങ്ങളാ എന്തായി? അപ്പൊ എവിടെ ദൈവനാമം ദുഷിക്കാനിടയാവും അല്ലെ? നമ്മളായിട്ട് ദൈവത്തിന്റെ നാമം ദുഷിക്കാനായിട്ട് നമ്മളങ്ങ് ഇട്ടുകൊടുക്കുകയാണ്. നമ്മൾ അധ്വാനിക്കാത്തോണ്ടാണ്, ഓടാത്തോണ്ടാണ് എല്ലാം തന്നെ. പക്ഷേ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരണമേ എന്ന് നമ്മളെ ഓരോരുത്തരും ഈ വചനം നിങ്ങൾ കുറിച്ചു വെച്ചിരിക്കുക. ഇത് പൗലോസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മൾ ഇതുപോലെ കർത്താവിന്റെ അടുത്ത് പറയണം, കർത്താവേ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ നീ എനിക്ക് തരണമേ. അദൃശ്യമായിരിക്കുന്ന ആത്മീയ കാര്യങ്ങളെ കാണുവാൻ കർത്താവേ നീ എൻ്റെ കണ്ണുകളെ, അകമേയുള്ള കണ്ണുകളെ, എൻ്റെ ആത്മീയ കണ്ണുകളെ കർത്താവേ നീ ഒന്ന് തുറന്നു തരണമേ. നമ്മൾ എഴുതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് അപ്പൊ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് അടുത്തത് വായിക്കുന്നത് അടുത്തെന്താ വായിക്കുന്നത്? ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. അപ്പോൾ കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന ഒരു വിളിയുണ്ടല്ലേ? നമുക്കിവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും എന്നെ കർത്താവ് എന്തിനാണ് വിളിച്ചത്? നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും? അവന്റെ വിളിയാലുള്ള ആശ. കർത്താവ് നമ്മെ വിളിച്ചപ്പോൾ നമ്മളെ ഓരോരുത്തരെ കുറിച്ച് ഓരോ ആശയുണ്ടായിരുന്നു. കർത്താവിന്റെ ഹൃദയത്തിൽ ഒരു ആശയുണ്ടായിരുന്നു. നമ്മൾ എത്ര പേരത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്? ദൈവമേ, നീ എന്നെ വിളിച്ചിരിക്കുന്ന ഈ വിളി എന്തിനു വേണ്ടിയാണ്? എത്ര പേർക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുന്നുണ്ട്? കൈകൾ പോക്ക്. എൻ്റെ അടുത്തല്ല നിങ്ങൾ കൈകൾ പോക്കുന്നത്, ദൈവസേനയിലാണ് നിങ്ങൾ കൈകൾ. എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ഇന്ന കാര്യത്തിനാണ് എന്ന് അറിയാവുന്നവർ എത്ര പേരുണ്ട്? ബാക്കിയുള്ളവർക്ക് ആർക്കും അറിഞ്ഞുകൂടാ അല്ലേ? ബാക്കിയുള്ളവർക്ക് ആർക്കും അറിഞ്ഞുകൂടാന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കള്ളം പറയുകയാണെന്ന് ദൈവത്തിന് അറിയാം. അപ്പൊ എന്താണ് ഇന്നതെന്നും അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. അപ്പൊ അവന്റെ വിളിയാലുള്ള ആശ, നമ്മെ കർത്താവ് വിളിച്ചപ്പോൾ അവന്റെ ഹൃദയത്തിൽ നമ്മെക്കുറിച്ച് ഒരാഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകൻ അവനെ വിളിച്ചാൽ എനിക്ക് വേണ്ടി എൻ്റെ കാലായവൻ ഓടും, എൻ്റെ കയ്യായവൻ പ്രവർത്തിക്കും അല്ലേ, എൻ്റെ വായായി അവൻ പ്രവർത്തിക്കും അല്ലേ. ഇങ്ങനെ പല ആഗ്രഹങ്ങളും. ഞാൻ ഇതിൽ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് കിട്ടിയ കാര്യമാണ് പറഞ്ഞത്. ഇതിൽ ഒരുപാട് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് അവന്റെ വിളിയാലുള്ള ആശ, നമ്മെക്കുറിച്ച് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ കുറിച്ചും കർത്താവ് വിളിച്ച വിളി, അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്ന ആശ. വെറുതെ നമ്മൾ ആരെയും ഇവിടെ കർത്താവ് വിളിച്ചിട്ടില്ല. ആ വിളി, അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്തെന്ന് നമ്മൾ തിരിച്ചറിയണം. അവന്റെ ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും. അപ്പൊ ഇവിടെ എത്ര വിശുദ്ധന്മാരുണ്ട്? എത്ര വിശുദ്ധന്മാരും എത്ര വിശുദ്ധിമാരുണ്ട്? ആരുമില്ലേ? അപ്പൊ നിങ്ങളെ കർത്താവിന്റെ രക്തത്താൽ നിങ്ങൾ കഴുകപ്പെട്ടവരല്ലേ ഇവിടെ ഇരിക്കുന്നവര്? ഇവിടെ ഇരിക്കുന്ന ആരും വിശുദ്ധന്മാരല്ല അല്ലേ? പിന്നെ നിങ്ങൾ നേരത്തെ ഇതൊക്കെ പറഞ്ഞതിന് അവൻ അപ്പനാണെന്നും ഒക്കെ പറഞ്ഞു. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാണ് അല്ലേ? അപ്പൊ ആരാണ്? നമ്മൾ വിശുദ്ധീകരിച്ച് കർത്താവ്. ഇന്ന് നിങ്ങൾക്ക് അതുപോലും നമുക്ക് ഉറപ്പോടെ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ വെളിപ്പെടുത്തിയിരിക്കും? നമ്മൾ വിശുദ്ധന്മാരാണ്. കർത്താവ് നമ്മെ കാൽവറിയിൽ ക്രൂശിൽ കർത്താവ് ചെറിയ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് നമ്മുടെ പാപങ്ങളെ പോക്കി ഇനി നമ്മളെ വിശുദ്ധീകരിച്ച വിശുദ്ധന്മാരാണ്. അതാണ് അവന്റെ
ഇന്നതൊന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതൊന്നും. അപ്പൊ ആ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം. നേരത്തെ നമ്മൾ പറഞ്ഞ അപ്പൻ മക്കളെങ്കിലോ അവകാശികൾ വന്നല്ലേ, മക്കൾ അവകാശികളാണ്. അപ്പൊ ഇവിടെ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും. അപ്പൊ വിശുദ്ധന്മാർക്ക് ദൈവത്തിൽ നിന്നും ചില അവകാശങ്ങളുണ്ട്. ഇതറിയാൻ വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടതായ അവകാശങ്ങള്? സകല ആത്മീയ അനുഗ്രഹങ്ങൾ അല്ലെ. ആത്മീയ അനുഗ്രഹങ്ങൾ മാത്രമല്ല ദൈവം ആഗ്രഹം, ഭൗതിക നന്മകളാലും മറ്റുള്ളവരെ കൊണ്ട് ദുഷിച്ചൊന്നും പറയാതിരിക്കേണ്ടതിന് ഭൗതികമായും നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും. അപ്പൊ നമുക്ക് നമ്മുടെ അപ്പനാണ് എങ്കിൽ അപ്പന്റെ സന്നിധിയിൽ നമുക്ക് അവകാശമുണ്ട്. ആ അവകാശത്തിന്റെ മഹിമാതനം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതിനും ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നതെന്നും അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ആർക്ക് വേണ്ടി വ്യാപരിക്കുന്ന? വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി അല്ലെ. എത്ര പേർക്ക് നമുക്ക് വിശ്വാസമുണ്ട് ഇവിടെ? നമുക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട് അല്ലേ. നമ്മൾ വിശ്വാസികളാ. അപ്പൊ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അപ്പൊ ദൈവത്തിന്റെ ശക്തി നമ്മൾ വിശ്വസിച്ച് ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയും സുഖം വരും, ധൈര്യമായിട്ടിരിക്കുക അല്ലേ. നമ്മൾ പറയില്ല നമ്മൾ ചിലപ്പോൾ ഒരാളിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ധൈര്യമായിട്ടിരിക്കുക, വിശ്വസിക്കും. ഇനി വരൂല. എന്തുകൊണ്ടാണ്? നമുക്ക് ഉറപ്പുണ്ട് നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം കേട്ട് ഉത്തരം തന്നു കഴിഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമ്മളത് പറയുന്നത് അല്ലേ. അപ്പൊ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഏത് ശക്തിയാണ്? ദൈവത്തിന്റെ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ആ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ വലിയ ഒരു വലിപ്പം അത് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ വിശ്വാസം കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും മുമ്പോട്ട് ചെയ്യാൻ പറ്റൂ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം അത് മനസ്സിലാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. പൗലോസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നമ്മളും പ്രാർത്ഥിക്കും. കർത്താവേ, നമ്മൾ വിശ്വസിക്കുന്നു, എന്നാൽ ആ ദൈവമേ നിന്റെ ആ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്ന് എനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന് പറഞ്ഞ് നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എന്നിട്ടും ഇതൊക്കെ നമ്മളായിട്ടും ആത്മീയമായും ഭൗതികമായും നമുക്ക് ഒരു അനുഗ്രഹവും പ്രാപിക്കാൻ കഴിയും. പലതും പൗലോസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പലപ്പോഴും നമ്മളും പ്രാർത്ഥിച്ചവരാണല്ലേ. ഇതൊക്കെ നമ്മളും പ്രാർത്ഥിച്ചു. എന്നിട്ടും എന്തുകൊണ്ട് നമ്മുടെ അനുഗ്രഹങ്ങൾ തടഞ്ഞിരിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. പുറപ്പാട് 34:7 ഒന്ന് വായിക്കാം. ഇത് എല്ലാവരുടെയും വിഷയത്തിൽ ഞാൻ പറയുന്നില്ല, എനിക്കതൊന്ന് ദൈവം ഓർമ്മ തന്നതുകൊണ്ട്. എന്നുവെച്ചാൽ ഒരു കാരണവശാലും നമ്മുടെ അനുഗ്രഹങ്ങൾ ഒരു തരത്തിലും തടഞ്ഞിരിക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പുറപ്പാട് പുസ്തകം 34:7 ആയിരത്തിന് ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ പറയുന്നു. യഹോവ 6-ാം വാക്യം പറയുന്നത്, യഹോവ അവന്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചത് എന്തെന്നാൽ യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയവും വിശ്വസ്തതയുമുള്ളവൻ. അപ്പൊ ദൈവം ആരാണ്? കരുണയുള്ളവനാണ്, കൃപയുള്ളവനാണ് അല്ലെ, ദീർഘക്ഷമയുള്ളവനാണ്, വിശ്വസ്തനാണ്. ദൈവം നമ്മെ വിളിച്ച ദൈവം ആരാണ്? വിശ്വസ്തനാണ്, കരുണയുള്ളവനാണ്, ദയയുള്ളവനാണ്, 1000 ദയ പാലിക്കുന്നവനാണ് അല്ലെ. അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവനാണ്. എപ്പോഴാണ് ഈ ക്ഷമിക്കുന്നത്? അകൃത്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലെ. അതിക്രമം ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ, അകൃത്യം ഉണ്ടായിരുന്നു, അതിക്രമം ഉണ്ടായിരുന്നു, പാപം ഉണ്ടായിരുന്നു. എന്നാൽ എപ്പോഴാണ് നമുക്കിതൊക്കെ ക്ഷമിച്ചു കിട്ടിയത്? നമ്മൾ കർത്താവിനോട് ഇതെല്ലാം, ദൈവമേ ഞാൻ ഇതായിരുന്നു അല്ലേ, ഞാൻ ഇങ്ങനെ ഒരു പാപിയായിരുന്നു, എൻ്റെ വഴി ഇങ്ങനെയായിരുന്നു, ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം ഇതായിരുന്നു കർത്താവേ. ഇതൊക്കെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് ഒന്നും മറച്ചു വയ്ക്കാതെ അല്ലേ. ഒരു പക്ഷേ നമുക്ക് പുറത്താരോടും പറയാൻ പറ്റാത്ത ചില പാപങ്ങൾ വരെ നമ്മൾ ചെയ്തിരിക്കാം. പുറത്തൊരു മനുഷ്യനോട് പറയാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മുടെ കർത്താവിനോട് നമ്മൾ ചെയ്ത, ദൈവമേ ഞാൻ ഇതാണ്, പണ്ട് ഞാൻ ചെയ്ത പാപങ്ങൾ, ഞാൻ കടന്നുപോയ വഴികൾ, എൻ്റെ ജീവിതത്തിൽ വന്ന അകൃത്യങ്ങൾ,
പാപങ്ങള് അല്ലേ, അതിക്രമങ്ങള്, ഇങ്ങനെ പല കാര്യങ്ങളും കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കർത്താവിൻ്റെ അടുത്ത് ചെന്ന് ഏറ്റു പറഞ്ഞപ്പോഴാണ് ദൈവം നമ്മളെ ക്ഷമിച്ചു തന്നത് അല്ലേ. അതിൽ നിന്ന് ദൈവം ക്ഷമിച്ചു. നമ്മൾ ഏറ്റു പറഞ്ഞപ്പോൾ നമ്മളൊന്നും മറച്ചു വെക്കാതെ, ഇനിയും എന്തെങ്കിലും നമുക്ക് മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഇനിയും എന്തെങ്കിലും പാപങ്ങൾ നമ്മൾ ഏറ്റു പറയാതെ നമ്മൾ മറച്ചു വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ഇത് അറിയുന്നു. നമ്മൾ ഉടനെ നമ്മൾ ഏറ്റുപറയുക. ഏറ്റുപറഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും കർത്താവ് ക്ഷമിച്ചു തരുള്ളൂ. അപ്പൊ ഇതെല്ലാം ഇവിടെ 1000 ദയ പാലിക്കുന്നവനാണ് നമ്മുടെ ദൈവം അല്ലെ. അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവനാണ്. ഇതാണ് നമ്മുടെ ദൈവം. പക്ഷെ അടുത്ത പറയുന്നു, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവനാണ്. ഇതെല്ലാമാണ് നമ്മുടെ ദൈവം. നമ്മളെല്ലാം ജാതീയമായ അനുഭവത്തിൽ നിന്നും, ദൈവത്തെ അറിയാതിരുന്ന ഒരു കൂട്ടം ജനങ്ങളാണല്ലേ, ജാതീയമായ അനുഭവത്തിൽ ഇരുന്നവരാണ്. അപ്പോൾ നമ്മുടെ പിതാക്കന്മാര് ഈ പറഞ്ഞ ഇവിടെ പറയുന്നു, മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവനാണ് അല്ലേ. അപ്പൊ നമ്മുടെ പിതാക്കന്മാര് 3-4 തലം ബാക്കിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവരൊക്കെ അവർ ദൈവത്തെ അറിയാത്തവരായിരുന്നു അല്ലെ. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപങ്ങളോ കുറവുകളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ, ഒരേ ഒരു ഉദാഹരണം പറയാന്ന് വെച്ചാൽ, ചില പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, എന്താന്ന് വെച്ചാൽ ചിലർ അനുഭവിക്കേണ്ട വസ്തുക്കൾ വിട്ടുകൊടുക്കാതെ, മറ്റുള്ളവർ അനുഭവിക്കേണ്ട വസ്തുവാണ് പക്ഷെ വിട്ടുകൊടുക്കാതെ ഇത് വെച്ച് അനുഭവിച്ചിട്ട് മറ്റുള്ളവർ കഷ്ടപ്പെടുന്നത് അവസാനം വരെ കണ്ട് സന്തോഷിച്ച് അങ്ങനെ ഇരിക്കുന്ന ചിലരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. ഇതുപോലെ ഒരുപാട് പണ്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ചില സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ആരുടെയെങ്കിലും പിതാക്കന്മാര്, മുൻ തലമുറ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ള പാപങ്ങളോ അകൃത്യങ്ങളോ അല്ലേ. ഇതിവിടെ ദൈവം എന്ന് പറയുന്നത് സകല ജഡത്തിന്റെയും ദൈവമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട് നമ്മളിവിടെ ഇരിക്കുന്നെങ്കിലും ദൈവം എല്ലാവരുടെയും ദൈവമാണ്. അവരുടെ കഷ്ടത, അവരുടെ നിലവിളിയും ദൈവം കേൾക്കും. എല്ലാവരുടെയും ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ എന്തുകൊണ്ട് ഇപ്പോഴും നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നില്ല, ഇനിയും നമ്മൾ ഇതൊക്കെ ആയിട്ട് എന്തെങ്കിലും അനുഗ്രഹം പ്രാപിക്കുന്നില്ല എന്ന് നമ്മൾ പുറകിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കുക. ആരെങ്കിലും നമ്മുടെ പിതാക്കന്മാർ എന്തെങ്കിലും പാപം ചെയ്തതായിട്ട് നമ്മുടെ അപ്പനോ അമ്മയോ ആരെങ്കിലും നമ്മുടെ പറഞ്ഞു കേൾവി നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഏറ്റുപറയുക, കർത്താവേ അതൊന്നും ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ അത് കണക്കിടല്ലേ കർത്താവേ, ദൈവമേ നീ ക്ഷമിക്കണമേ കർത്താവേ. നമ്മൾ ഏറ്റുപറയുക. എന്തെങ്കിലും കേട്ടറിവുണ്ടെങ്കിൽ ഏറ്റുപറയുക. കേട്ടറിവില്ലെങ്കിലും നെഹമ്യാവ് പ്രാർത്ഥിച്ചല്ലേ, ശൂഷൻ രാജധാനിയിൽ പാനപാത്ര വാഹകനായിരുന്ന നെഹമ്യാവിന്റെ അടുത്ത് യെരൂശലേമിൽ നിന്നും 2 സഹോദരങ്ങൾ വന്നപ്പോൾ അവിടുത്തെ വിശേഷം ചോദിച്ചു അല്ലേ. അപ്പോൾ എന്താണ് പറഞ്ഞത്? പ്രവാസത്തിൽ നിന്നും തെറ്റിയൊഴിഞ്ഞു പോയ ആ ജനം അവിടെ മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞും വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നെഹമ്യാവ് എന്ത് ചെയ്തെന്നറിയാമോ? നെഹമ്യാവ് ഉപവാസത്തോടെ പ്രാർത്ഥിച്ച് പറഞ്ഞെന്താ, ദൈവമേ ഞങ്ങളും ഞങ്ങളുടെ പിതൃഭവനവും പാപം ചെയ്തു അല്ലേ. അങ്ങനെയല്ലേ നെഹമ്യാവ് പ്രാർത്ഥിച്ചത്? പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടില്ലേ, ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തു ദൈവമേ എന്നും പറഞ്ഞ് നെഹമ്യാവ് ആ പിതൃഭവനം പാപം ചെയ്ത പാപത്തെ ഇത് ഞാൻ പറഞ്ഞ ഒരേ ഒരു ഉദാഹരണമാണ്. വേറെ ഏതെങ്കിലും പാപം നമ്മുടെ പിതാക്കന്മാരുടെ ജീവിതത്തിൽ, അവർ ദൈവത്തെ അറിയാത്തവരായിരുന്നു, അവരുടെ ജീവിതത്തിൽ വന്നുപോയി നമ്മുടെ അറിവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുകൂടെ ഏറ്റുപറയുക. നമ്മൾ ദൈവം ആഗ്രഹിക്കും നമ്മൾ നന്മ അനുഭവിക്കണം, ആത്മീയമായും ഭൗതികമായും നമ്മൾ നന്മ അനുഭവിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കേട്ട അറിവുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം നമ്മൾ ഏറ്റുപറഞ്ഞ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം അല്ലേ. നെഹമ്യാവ് പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ ആ കർത്താവിനോട് നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ആ പാപങ്ങളും ദൈവം നമ്മളോട് ക്ഷമിച്ചു തരും. ആ പാപങ്ങളെല്ലാം ദൈവം നമ്മളോട് ക്ഷമിക്കുമ്പോൾ കർത്താവ് നമ്മളോട് അതൊക്കെ കണക്കിടാതെ ദൈവം നമ്മോട് ക്ഷമിച്ച് അല്ലേ. നെഹമ്യാവ് അവിടെ എന്താണ്, യെരൂശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞും വാതിലുകൾ തീ വെച്ച് ചുറ്റും കിടക്കും. ആരാണ്? പ്രവാസത്തിൽ നിന്നും തെറ്റി ഒഴിഞ്ഞു പോയ ഒരു ജനത്തെക്കുറിച്ച് നെഹമ്യാവ് ചോദിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിലും പിശാചിന്റെ അടിമത്തത്തിൽ കിടന്ന നമ്മൾ അല്ലേ, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയി നമ്മളും പിശാചിൻ്റെതായ അടിമത്തത്തിൽ കിടന്ന ഒരു കൂട്ടം ജനങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലും അതിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ച്
ദൈവസേനയിൽ കൊണ്ടുവന്ന് അവൻ്റെ മക്കളും പ്രിയ മക്കളും ആക്കിയെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതമാകുന്ന ആ മതിലുകൾ, പ്രാർത്ഥനയില്ലാതെയുള്ള മതിലുകൾ ഇടിഞ്ഞു കിടക്കുകയാണോ? വാതിലുകൾ പിശാചിന്റെ ദണ്ഡനത്താൽ നമ്മൾ ചുട്ടെരിഞ്ഞവരായിരിക്കുന്നവരാണ്. നമ്മൾ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയോടെ നമ്മുടെ ആ മതിലുകൾ പണിയുക. നമ്മുടെ പ്രാർത്ഥനയാകുന്ന മതിൽ, നമ്മുടെ കുടുംബജീവിതത്തിന്റെ മതിൽ പ്രാർത്ഥന കൊണ്ട് നമ്മൾ ദിവസേന അതിരാവിലെ നമ്മൾ ദൈവസേനയിൽ ഇരുന്ന് നമ്മൾ കുടുംബ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നത് നമ്മൾ അറിയാമോ? നമ്മൾ അവിടെ നമ്മുടെ ഭവനത്തിന് 4 വശവും ശത്രു കടക്കാതെ വണ്ണമുള്ള ഒരു മതിൽ നമ്മളവിടെ പണിയാണ്, അല്ലേ? നമ്മളെ കുടുംബത്തെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട്, ദൈവമേ ഞങ്ങളുടെ ഭവനത്തിന് 4 വശം നിന്റെ ദൂതന്മാരെ ഇറക്കി കാവൽ ചെയ്യണമേ എന്ന് പറഞ്ഞ് നമ്മൾ കുടുംബ പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഭവനത്തിന് 4 വശവും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതമാകുന്ന ആത്മീയ ജീവിതത്തിന്റെ 4 വശവും നമ്മളൊരു മതിൽ പണിയുകയാണ്. അതുകൊണ്ട് ആ നെഹമ്യാവ് ചെയ്തതുപോലെ അവിടെ പറഞ്ഞെന്താണ്? ഇന്നും അവർ അപമാനത്തിലും കഷ്ടത്തിലും അപമാനത്തിലും പ്രവാസത്തിൽ നിന്ന് തെറ്റുപൊഴിഞ്ഞു പോയവരും, നമ്മൾ പിശാചിന്റെ അടിമത്തിൽ നിന്ന് തെറ്റുപൊഴിഞ്ഞു പോയവരാണ്. ഇന്നും കഷ്ടത്തിലും അപമാനത്തിലും നമ്മൾ ഇരിക്കുന്നുവെങ്കിൽ നമ്മൾ പുതിയ ഒരു പണി ചെയ്യുക. പ്രാർത്ഥനയോടെ കർത്താവിനോട് ഇതെല്ലാം ഏറ്റുപറഞ്ഞിട്ട് നമ്മുടെ പ്രാർത്ഥനയാകുന്ന ഒരു കോട്ട, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ചുറ്റും പ്രാർത്ഥന കൊണ്ടൊരു കോട്ട കെട്ടുക. ദിവസേന നമ്മളെ കുടുംബങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുക. ശത്രുവിന് തൊടാൻ കഴിയാതെ വണ്ണം ഇന്നും ഇനിയും അവൻ ദണ്ണിപ്പിച്ച് ചുട്ടുകരിഞ്ഞു കിടക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മാറണം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് നമ്മൾ ഈ എഫേസ്യർക്കെഴുതിയ ലേഖനം പ്രാർത്ഥിച്ചതുപോലെ നമ്മളത് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ പഴയ പിതാക്കന്മാരുടെ എന്തെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഏറ്റുപറഞ്ഞ്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റുപറയാത്ത പാപങ്ങൾ പലതും ഉണ്ടെങ്കിൽ എല്ലാം നമ്മൾ ഏറ്റുപറഞ്ഞ് കർത്താവുമായുള്ള ഒരു ബന്ധത്തിൽ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ കിട്ടുള്ളൂ. നമ്മൾ ദിവസേന ദൈവമുഖം അന്വേഷിക്കുക, കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുക, അവനുമായിട്ടുള്ള ഏറ്റവും അടുത്ത അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ ഒരു അനുഭവത്തിൽ നമ്മൾ വന്നെങ്കിൽ മാത്രമേ കർത്താവ് നമ്മൾ അടുത്ത വഴിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവിനെ തരണം. വിളിയാലുള്ള ആശ എന്താണെന്ന് മനസ്സിലാക്കണം, അല്ലേ? ആ ബലത്തിൻ വല്ലഭത്വത്തിൽ വിശ്വസിക്കുന്നവർക്ക് വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം അതെന്തെന്നൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ നമ്മളെ കുറ്റങ്ങളും കുറവുകളും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ മതിലുകൾ പണിയുക. കുടുംബജീവിതത്തിൻ്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുകയാണോ, തകർന്നു കിടക്കുകയാണോ, തീ വെച്ച് ചുട്ടും വെന്തും കിടക്കുകയാണോ? നമുക്കറിയാം ഓരോരുത്തർക്കും നമ്മുടെ ജീവിതം എങ്ങനെയാണ്. നമ്മൾ മതിലുകൾ പണിയുക. ഇത് പണിയണമെങ്കിൽ ഒരു ആയുധം മാത്രമേ നമുക്കുള്ളൂ. എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ആയുധം? പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയോടെ കർത്താവെ, ശത്രുവിന് കടക്കാൻ എൻ്റെ ആത്മീയ ജീവിതത്തിലോ എൻ്റെ കുടുംബ ജീവിതത്തിലോ ആരുടെ ജീവിതത്തിലും ഇനി ഈ ശത്രു യാതൊന്നും കൊണ്ടിടാതെ ദൈവമേ നീ ഞങ്ങളെ സൂക്ഷിക്കണമെന്ന് അതിരാവിലെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുക. പ്രാർത്ഥനയോടെ ദിവസങ്ങളിൽ ഓടിച്ചാടിയുള്ള ഒരു പ്രാർത്ഥന. ഓടിച്ചെല്ലും നമ്മൾ എളുപ്പം, അല്ലേ? ഓടിച്ചെല്ലും, അവിടെ ഇരിക്കും, 2 വാക്ക് പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥന അല്ല ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലേ? ജോലിയുടെ ഇടയിൽ നമുക്ക് നടക്കുമ്പോഴും പോകുമ്പോഴും അടുക്കള ജോലി ചെയ്യുമ്പോഴും ഒക്കെ പ്രാർത്ഥിക്കാം. പക്ഷേ ദൈവവുമായുള്ള ഒരു ബന്ധം നമുക്കുണ്ടാകണമെങ്കിൽ അറയിൽ കിടന്ന് വാതിലടച്ച് ഞാനും എൻ്റെ ദൈവവും മാത്രം ആ ഒരു ബന്ധത്തിൽ കർത്താവ് ഇതൊക്കെ ചോദിച്ച് കർത്താവിനെ പ്രാർത്ഥിക്കുക. നമ്മുടെ ആത്മീയ കണ്ണുകളെ തുറന്നു തരാൻ പ്രാർത്ഥിക്കുക. ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ കർത്താവ് ഇത് തന്നെങ്കിൽ മാത്രമേ, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ തന്നെങ്കിൽ മാത്രമേ ആത്മീയ കാര്യം മാത്രമല്ല നമ്മുടെ കുടുംബകാര്യങ്ങൾ നമുക്ക് പണിയാൻ പറ്റും. ജ്ഞാനമില്ലാതിരുന്നിട്ട് കുറെ പൈസ എൻ്റെ കയ്യിൽ കിട്ടി, എൻ്റെ കയ്യിൽ കുറെ പൈസ കിട്ടി, ഇത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ എന്ത് ചെയ്യും? കുറെ അവർക്ക് കൊടുത്ത് ഇവർക്ക് കൊടുക്കുന്നതൊക്കെ നല്ലത് തന്നെ, ദൈവത്തിന് ഇഷ്ടവും തന്നെ. പിന്നെ അതിന് ചിലവൊക്കെ കുറെ കൊണ്ടുപോയി ഡ്രസ്സ് എടുത്ത്, കുറെ കൊണ്ടുപോയി വീട്ടു സാധനങ്ങൾ വാങ്ങിച്ച്, ആർക്കും ഒരുപാട് കാര്യങ്ങൾ കിടക്കും. ഇതെല്ലാം വാങ്ങിച്ച് ഇല്ല കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടണമെന്ന് പണ്ട് ആൾക്കാർ പറയുമല്ലോ, ഇതുപോലെ നമ്മളങ്ങ് തീർക്കും. അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ ജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യണം. ഭൗതിക സമ്പത്തായിരുന്നാലും ആത്മീയ കാര്യങ്ങളായിരുന്നാലും നമുക്ക് ജ്ഞാനമില്ലെങ്കിൽ, കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിൽ നമുക്കതിനൊന്നും കഴിയില്ല. അപ്പൊ ഈ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവെ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിന് കർത്താവെ നീ ഞങ്ങൾക്ക് തരണമേ. എങ്ങനെ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകണം ഞങ്ങൾക്ക് അറിയില്ലപ്പാ, ഞങ്ങൾക്കൊന്നും അറിയില്ല.
നീ ഞങ്ങൾക്ക് തന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവ്. അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതം, പ്രാർത്ഥനാ ജീവിതം തകർന്നു കിടക്കുകയാണോ? മതിലുകൾ പണിയുക. നമ്മുടെ ഭവനത്തിന് 4 വശം ആത്മീയ ജീവിതത്തിൻ്റെ കോട്ട കെട്ടുക. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ചെല്ലുക. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായി ദൈവമാർക്കും കടക്കാരനല്ല, ദൈവത്തിന് മുഖപക്ഷമില്ല. അപ്പൊ ഒരാളിന് കൊടുത്തു, ഒരാളിന് കൊടുത്തില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് ഒരാളിന് കൊടുത്തു എന്ന് നമ്മൾ ചിന്തിക്കണം. അവർ ഒരുപക്ഷെ ദൈവമായുള്ള ബന്ധത്തിൽ ഇരിക്കുന്നവരായിരിക്കാം. അതാണ് അതിന്റെ വ്യത്യാസം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ദൈവമായുള്ള ബന്ധത്തിൽ കൂടുതലായിരിക്കും. വായിക്കാൻ അറിഞ്ഞുകൂടാ, ഓഡിയോ ബൈബിളിട്ട് കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്ന വചനങ്ങളെ നിങ്ങൾ ഉരുവിടുക. കൂടുതൽ ദൈവമായുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മൾ അടുത്ത് വരിക. കുടുംബജീവിതം പണിയണം, ആത്മീയ ജീവിതം പണിയണം. ദൈവം നമ്മളെ സഹായിക്കും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.